നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മുടെ വീട്ടുപറമ്പിലോ പരിസരത്തോ പെട്ടെന്നൊരു ദിവസം ഒരു മഞ്ഞച്ചേരയെ കണ്ടാൽ നമ്മളിൽ പലരും ഭയപ്പെടാറുണ്ട്, അല്ലേ? എന്നാൽ നമ്മുടെ പഴമക്കാരുടെ വിശ്വാസങ്ങളും ജ്യോതിഷവും ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? വീടിൻ്റെ പരിസരത്ത് മഞ്ഞച്ചേര വരുന്നത് ഭാഗ്യമാണോ, അതോ വരാനിരിക്കുന്ന ഏതെങ്കിലും ദോഷത്തിൻ്റെ സൂചനയാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. വീഡിയോ പൂർണ്ണമായും കാണുക, കാരണം ഇതിന് പിന്നിൽ നമ്മൾ അറിയാത്ത ചില വലിയ രഹസ്യങ്ങളുണ്ട്. കേരളത്തിലെ പരമ്പരാഗതമായ വിശ്വാസങ്ങൾ അനുസരിച്ച് വീട്ടുപറമ്പിൽ മഞ്ഞച്ചേരയെ കാണുന്നത് വളരെ ഗുണകരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഹൈന്ദവ വിശ്വാസപ്രകാരം പാമ്പുകളെ പൊതുവെ ദൈവീകാംശമുള്ള ജീവികളായാണ് നാം കാണുന്നത്. അതിൽ തന്നെ മഞ്ഞ നിറമുള്ള ചേരയെ കാണുന്നത് വീട്ടിലേക്ക് ഐശ്വര്യവും ധനലാഭവും വരാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായി പഴമക്കാർ വ്യാഖ്യാനിക്കാറുണ്ട്. ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ആ കുടുംബത്തിനുണ്ടാകും എന്നാണ് ഇതിൻ്റെ ഒരു പ്രധാന ജ്യോതിഷവശം. അതുകൊണ്ട് തന്നെ മഞ്ഞച്ചേരയെ കാണുന്നത് ശുഭലക്ഷണമായാണ് നമ്മുടെ നാട്ടറിവുകൾ പറയുന്നത്. മറ്റൊരു പ്രധാന കാര്യം, ചേരകൾ ഒട്ടും വിഷമില്ലാത്ത, മനുഷ്യരെ ഉപദ്രവിക്കാത്ത ജീവികളാണ്. ജ്യോതിഷപരമായി പറയുകയാണെങ്കിൽ വിഷപ്പാമ്പുകൾ വീട്ടിൽ വരുന്നത് രാഹുദോഷവുമായോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന തടസ്സങ്ങളുമായോ ബന്ധപ്പെടാറുണ്ടെങ്കിലും ചേരയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ചേര വീട്ടിൽ വരുന്നത് അവിടെയുള്ള നെഗറ്റീവ് ഊർജങ്ങളെ അല്ലെങ്കിൽ ദോഷങ്ങളെ അകറ്റുന്നതിന് തുല്യമായാണ് വിശ്വാസികൾ കാണുന്നത്. ചേരയുള്ള പരിസരങ്ങളിൽ മറ്റ് അപകടകാരികളായ വിഷപ്പാമ്പുകൾ വരാൻ മടിക്കും എന്ന് പ്രായോഗിക സത്യവും ഇതിന് പിന്നിലുണ്ട്. ചുരുക്കത്തിൽ നിങ്ങളുടെ വീടിന് ഇതൊരു കാവലാളാണെന്ന് വേണമെങ്കിൽ പറയാം. ഇനി വിശ്വാസങ്ങൾക്കപ്പുറം ഇതിൻ്റെ പ്രായോഗിക വശം കൂടി നമുക്ക് ചിന്തിക്കണം. കാർഷിക സംസ്കാരമുള്ള നമ്മുടെ കേരളത്തിൽ ചേരയെ കർഷകന്റെ മിത്രം എന്നാണ് വിളിക്കുന്നത്. വീടിനും കൃഷിക്കും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന എലികളെ പിടിക്കുവാൻ ചേരയേക്കാൾ മിടുക്കന്മാർ വേറെയില്ല. അതുകൊണ്ട് തന്നെ മഞ്ഞച്ചേര പറമ്പിലുണ്ടെങ്കിൽ എലിശല്യം താനെ കുറയും. പ്രകൃതിയുടെ ഈ സന്തുലിതാവസ്ഥ തന്നെയാണ് പഴമക്കാർ ജ്യോതിഷത്തോടും വിശ്വാസത്തോടും ചേർത്ത് നിർത്തി നമ്മളെ പഠിപ്പിച്ചത്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, കണ്ടത് മഞ്ഞച്ചേര തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം. കാരണം മഞ്ഞ നിറമുള്ള ചില വിഷപ്പാമ്പുകളുമായി മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജാഗ്രത എപ്പോഴും നല്ലതാണ്. ഉപദ്രവകാരിയല്ലാത്ത ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ ചേരയെ കണ്ടാൽ അതിനെ തല്ലിക്കൊല്ലാതെ സ്വന്തം വഴിക്ക് പോകാൻ അനുവദിക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെ വീട്ടിൽ എപ്പോഴെങ്കിലും മഞ്ഞച്ചേരയെ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ നാട്ടിലെ വിശ്വാസങ്ങൾ എന്തൊക്കെയാണ്? താഴെ കമൻറ്റ് ചെയ്യുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.